കാര്യം മാതാപിതാക്കളോട് വലിയ സ്നേഹത്തോടെ പറയാം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാം. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ അൾത്താരയുടെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധമുണ്ടല്ലോ, ദാമ്പത്യ ഉടമ്പടി ബന്ധമുണ്ടല്ലോ, അതിന് പോറലില്ലാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ നിസ്സാരമായിട്ട് വളരെ രാഗത്തോടെ ഏതായാലും കല്യാണം കഴിഞ്ഞ് മരിക്കുന്നവരെ ഇങ്ങനെ ജീവിക്കാൻ പറ്റിക്കപ്പെട്ടു. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത്, ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു പാപം, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന ചെറിയ അവിശ്വസ്തതകള്, ഉലച്ചിലുകള്, പരസ്പരം ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ പരിക്കുകള്, ഇതെല്ലാം ദൈവത്തോടുള്ള ഉടമ്പടിക്ക് വിഘ്നം വരുത്തുന്നുണ്ട്. ഉടമ്പടി ബന്ധം തകർന്നാൽ ഒരു ബ്ലെസ്സിങ്ങും തലമുറയിലേക്ക് ഒഴുകുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം വെറുതെ ഉള്ളൂ, അതിലൂടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നില്ല.